ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവികയുടെ പെട്ടെന്നുള്ള ഭാവവ്യത്യാസം കണ്ട് പാർവതിയും മുത്തശ്ശിയും അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവൾക്കെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അപ്പോൾ പാർവതി പറയാണ്, ആ സിദ്ധുവിൻ്റെ കൂടെയല്ലേ ഇപ്പോൾ ഇവളുടെ നടത്തം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മാറിയത്. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല, കാരണം ഇത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ ഇവൾ ഇങ്ങനെ അധികാരം കാണിച്ചാൽ അത് ശരിയാവില്ല. ഇല്ല അമ്മേ, ഞാനങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. അവളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് നടക്കൂ, അല്ലാതെ അവളുടെ ഒരു തോന്നിവാസവും ഞാൻ നടത്തില്ല. എനിക്കറിയാം അവളെ എന്ത് ചെയ്യണമെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർവതി അകത്തേക്ക് പോകുന്നത്. പിന്നീട് സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പ്രേമ വരികയാണ്. ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ഇത് കുടിക്കച്ച എന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രലേഖ കല്ലി തുള്ളിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് പ്രേമയോട് ചോദിക്കുകയാണ്, അല്ല എവിടെയാണാവോ നിന്റെ ആങ്ങള? നീയല്ലേ ആങ്ങളയുടെ ഭാര്യ, അപ്പോൾ നിനക്കറിയത്തില്ലേ? എനിക്കറിയാം, പക്ഷേ ആ വിവരം നിങ്ങൾക്കറിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെങ്ങനെയാ, എല്ലാവരും കൂടിയുള്ള ഒത്തുകളിച്ചുള്ള നാടകമല്ലേ? ഓ സിദ്ധുവിൻ്റെ അച്ഛൻ, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ മോനെ ആ ദേവികയുടെ കൂടെ കറങ്ങി നടക്കുകയാണ്. പ്രേമ പറയണേ, അത് ആരുടെ പിടിപ്പിയോട് കൊണ്ടാണ്? നീ കാരണമല്ലേ. നീ അവന് ഒരു സമാധാനം കൊടുക്കുന്നുണ്ടോ? നീ അവനോട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? 24 മണിക്കൂറും അവനെ കണ്ടാൽ കടിച്ചു തിന്നാൻ തല്ലേ, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ? അപ്പൊ പിന്നെ ഏതൊരാണും ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. ഭാര്യയുടെ ഗുണം എന്താണെന്നുള്ളത് ആദ്യം നീ അത് പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് നീ സംസാരിക്കേ. അപ്പോൾ ചന്ദ്ര പറയണേ, ഭാര്യമാര് നോക്കാത്ത ഭർത്താക്കന്മാരെല്ലാവരും മറ്റുള്ള സ്ത്രീകളുടെ പിന്നാലെ പോവാണോ ചെയ്യുക? പിന്നെ സിദ്ധുവിനെ ഞാൻ സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിനുള്ള വല്ല അർഹതയും അയാൾക്കുണ്ടോ? അയാളുടെ മനസ്സ് മുഴുവനും ആ ദേവികയല്ലേ. മറ്റൊരുത്തിയെ സ്നേഹിക്കുന്ന അയാളെ എങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുക? അച്ഛൻ പറയണേ, അവൻ ആരെയും മനസ്സിൽ കൊണ്ട് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ചന്ദ്ര, ഇല്ല, അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് ദേവികയെ ഞാൻ കല്യാണം കഴിക്കുമെന്നുള്ളത്. എനിക്കറിയാം ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ്, പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പ്രേമ പറയണേ, ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണാവോ ചന്ദ്രൻ നീ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പോൾ ചന്ദ്ര പറയണ, സിദ്ധുവിനെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഞാൻ കല്യാണം കഴിച്ചത്. അവൻ ഒരിക്കലും ദേവികയെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ വേണ്ടത് എന്താണെന്നുള്ളത് എനിക്കറിയാം, പറഞ്ഞേക്ക് ആങ്ങളയോട് എന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര താഴേക്ക് ഇറങ്ങി പോകുന്നത്. അച്ഛൻ പറയണേ, ഇവളെ ശരിക്കും ഒരു ഭ്രാന്താശുപത്രിയിൽ കാണിക്കുകയാണ് വേണ്ടത്. അതിനും സമ്മതിക്കുന്നില്ലല്ലോ അച്ഛ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് നിരഞ്ജനും സിദ്ധുവും കൂടി സംസാരിക്കുകയാണ്. ദേവിക കേസ് കൊടുക്കാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ശരത്തിന് രണ്ട് മുഖമുണ്ട്. ശരത്ത് അപ്പോൾ നല്ലൊരു കില്ലാടി തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ നിരഞ്ജൻ പറയണേ, എന്തായാലും നിങ്ങൾ കേസ് കൊടുക്കാൻ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, ഞങ്ങളത് ചെറുതായിട്ട് മടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ കറങ്ങിത്തിരിഞ്ഞ് അത് നിരഞ്ജൻ ഡോക്ടറുടെ അടുത്ത് വരുമോ എന്നുള്ളതാണ്. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അങ്ങനെ വല്ലതും വന്നാലും എനിക്ക് ഒരു പേടിയുമില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ തലയിൽ എന്താണോ വിധി വന്നിരിക്കുന്നത് അത് ഞാൻ അനുഭവിക്കാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്നൊന്നും നിങ്ങൾ പിന്മാറണ്ട എന്ന് പറയട്ടോ. അപ്പോൾ സിദ്ധു പറയണേ, ആദ്യം ആ ശരവണനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം തങ്കച്ചിയെ എത്രമാത്രം അധികം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവർ എപ്പോഴും കാലുമാറുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ ശരവണനെയാണ്. അങ്ങനെ ആകുമ്പോൾ ശരത്തിനെ കുറിച്ചുള്ള എല്ലാവിധ കള്ളത്തരവും ആ ശരവണൻ അറിയാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നിരഞ്ജൻ പറയണ, ആ ശരവണൻ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ അവൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. ആശുപത്രിയിൽ വെച്ച് ബലം പിടിച്ച് ശരവണനെ പിടിച്ചുകൊണ്ട് പോയതും ശരത്താണ്. പക്ഷേ അവൻ എവിടേക്കാണ് ശരവണനെ കൊണ്ടുപോയത് എന്നാണ് അറിയാത്തത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയണേ, എന്തായാലും ശരവണനെ കണ്ടുപിടിക്കാനാണ് ഞാനിനി ഇറങ്ങാൻ പോകുന്നത്. ശരവണനെ എവിടെയെങ്കിലും അറിയാതെ പാർപ്പിച്ചിട്ടുണ്ടാകും. അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമാണ് ദേവികയും ആ വീട്ടിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിയൂ. എല്ലാവർക്കും ഒരു ഭീഷണി തന്നെയാണ് ശരത്ത്. അതുകൊണ്ട് എനിക്ക് ദേവികയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ പറ്റൂ. ശരവണൻ എവിടെയാണെങ്കിലും ഞാൻ ശരവണനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് സിദ്ധു പോകുമ്പോൾ നിരഞ്ജൻ പറയണേ, എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും സിദ്ധുവിന് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പിരിയുന്നത്. നിരഞ്ജൻ്റെ അമ്മ ശ്രുതിമോളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കാഞ്ചന നല്ല സ്നേഹത്തോടു കൂടിയിട്ടാണ് നിരഞ്ജൻ്റെ അമ്മയെ സ്വീകരിക്കുന്നത്. അപ്പോൾ നിരഞ്ജന അമ്മയ്ക്ക് തന്നെ അതിശയമാണ് ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ. അപ്പോഴത്തേക്കും ശ്രുതിമോളും അക്ഷരയും പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവർ സംസാരിക്കുകയാണ്. ഈ സമയം മനോഹരൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശിയും പാർവതിയും മനോഹരനെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് പറയണം, പാർവതി, മനോഹരേട്ടൻ ഒരു കാര്യം അറിഞ്ഞു? ആ ചന്ദ്രലേഖയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയിട്ടാണ് ഇവിടേക്ക് നിങ്ങളുടെ മരുമകൾ വന്നിട്ടുള്ളത്.
നിങ്ങൾക്കത് കാണണോ? എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും കാണണ്ട. അപ്പോൾ മുത്തശ്ശി പറയണ മനോഹര, ആ ദേവിക കാരണം ചന്ദ്രലേഖയുടെയും ആ വക്കീലിൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നാണോ മനോഹരം പറയുന്നത്? അതിനെ വക്കീലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ദേവികയല്ല, അതിന് കാരണക്കാരി ആ ചന്ദ്ര തന്നെയാണ്. അപ്പോൾ പാർവതി പറയണേ, ചന്ദ്ര സിദ്ധുവിൻ്റെ ഭാര്യയാണ്. ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കണം. അവൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അവൾ ചെയ്ത് തെറ്റ് അവൾ എവിടെയോ ഒളിച്ചു നിന്നിട്ടേ സ്വന്തം ഭർത്താവിൻ്റെ നിങ്ങളെ ജയിലിലാക്കിയവളാണ്. അത് മാന്യതയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അപ്പോൾ ദേവിക ചെയ്യുന്നത് മാന്യതയാണ്. ദേവിക മോളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സിദ്ധുവിൻ്റെ അച്ഛൻ ആശുപത്രിയിലായപ്പോൾ ദേവിക ഒന്ന് അവിടേക്ക് പോയി. അതിലിപ്പോൾ എന്ത് തെറ്റാണുള്ളത്? അത് തെറ്റാണെന്ന് പറയുന്നവരോട് പോയി പണി നോക്കാനാണ് ഞാൻ പറയുകയുള്ളൂ. മുത്തശ്ശി പറയണേ, എന്തിനാടാ മനോഹര നീ എപ്പോഴും ദേവികയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ദേവിക മോളെ എൻ്റെ മരുമകളായതുകൊണ്ട്, അല്ല എൻ്റെ മകളായതുകൊണ്ട് എനിക്ക് ദേവിക മോളെ അത്രയ്ക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ദേവികയെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണേ, ദേവികയെ ഇനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. അവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം എന്ന് പറയുമ്പോൾ ഇല്ല പാർവതി, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത് ദേവികയ്ക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്. ദേവികയ്ക്ക് എത്ര കാലമാണോ ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ളത് അത്രയും കാലം ദേവിക ഈ വീട്ടിൽ തന്നെ നിൽക്കും. കാരണം ഈ വീട്ടിലെ മരുമകളാണ് ദേവിക. ഇത് അവളുടെ ഭർത്താവിൻ്റെ വീടാണ്. മുത്തശ്ശി പറയണ മനോഹര, നീ എന്താ നമ്മുടെ നിത്യയെക്കുറിച്ച് സംസാരിക്കാത്തത്? നിത്യയെക്കുറിച്ച് നീ ഒന്ന് ഓർക്കുന്നത് പോലുമില്ലല്ലോ. ദേവിക ഇവിടെ ഉണ്ടെങ്കിൽ നിത്യയുടെ വിവാഹം വരെ തടസ്സപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ദേവിക മോള് കാരണം നിത്യമോളുടെ വിവാഹമൊന്നും ഒരിക്കലും തടസ്സപ്പെടില്ല. നിങ്ങളങ്ങ് മാറി നിൽക്ക്, വഴി തടയാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് പാർവതിയെയും മുത്തശ്ശിയെയും അങ്ങ് പരിഹസിച്ചുകൊണ്ടാണ് മനോഹരൻ അകത്ത് കയറി പോകുന്നത്. പിന്നീട് നിരഞ്ജൻ ഇരുട്ടിനെയും പരുന്തിനെയും വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് കണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരെ ഇനി മുതൽ നിരീക്ഷിക്കണം. ഇതുവരെ നിങ്ങളോട് ഞാൻ സ്വാമിയെ നിരീക്ഷിക്കാനല്ലേ പറഞ്ഞത്? ഇനി അങ്ങനെയല്ല. ആ ശരത്തിനെയും തങ്കച്ചിയെയും നിങ്ങൾ നിരീക്ഷിക്കണം. അവർ രണ്ടുപേരും കൂടി അടുപ്പമുണ്ട്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് രണ്ടുപേർക്കും ഒരേ ലക്ഷ്യം തന്നെയാണ്. പക്ഷേ കാലമൊന്നും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. എന്തായാലും നിങ്ങൾ അവരെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഒരിക്കലും മനസ്സിലാവരുത്. കാരണം ശരത്ത് നമ്മൾ കരുതുന്നത് പോലെ ചില്ലറക്കാരനല്ല. അവൻ കുറച്ച് അപകടകാരിയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇരുട്ടും പരുന്തും പറയണ, എന്തായാലും സ്വാമിയുടെ അടിവേരും തങ്കച്ചിയുടെ അടിവേരും ശരത്തിൻ്റെ അടിവേരും എന്താണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അത് ഞങ്ങൾ ഉറച്ച തീരുമാനമെടുത്തതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പിരിയുന്നത്. പിന്നീട് മനോഹരൻ്റെ വീട്ടിലേക്ക് ചന്ദ്രലേഖ കയറി വരികയാണ്. ദേവികയെ കാണണം, ദേവികയെ കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ, ഇല്ല നിനക്കിപ്പോൾ ദേവികയെ കാണിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ എനിക്ക് അവളോട് 2 വർത്തമാനം പറയണം. അതിനും ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങൾ അങ്ങ് കേട്ടാൽ മതി. അവൾ എൻ്റെ സിദ്ധുവിൻ്റെ പിറകെയാണ് നടക്കുന്നത്. അത് അവൾക്ക് ദോഷം ചെയ്യും. ഇനി എങ്ങാനും അവൾ സിദ്ധുവിനെ കാണാൻ ശ്രമിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ ഈ വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്ന് ഞാൻ സത്യാഗ്രഹം ചെയ്യും എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും പാർവതിയും അവൾ പറഞ്ഞതുപോലെ ചെയ്യുമല്ലോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയണേ, നീ ഇങ്ങനെ കൂടുതൽ ദേവികയുടെ പിറകെ നടക്കൊന്നും വേണ്ട. അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. നിൻ്റെ സിദ്ധുവിനെ കൈയടക്കണമെന്നൊന്നും ഒരു ഉദ്ദേശവുമില്ല. നിൻ്റെ മനസ്സാണ് അത്രയ്ക്ക് മോശപ്പെട്ട മനസ്സ്. കാരണം ഈ പ്രേമയെ വരെ ജയിലിൽ കയറ്റാൻ കൂട്ടുനിന്നവളാണ്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട. നീ പറയുന്നുണ്ടല്ലോ സിദ്ധുവിന് എൻ്റെ ഭർത്താവിനെ വേണമെന്നൊക്കെ ഇവിടെ വന്ന് പറയുന്നുണ്ടല്ലോ. അതിന് കൂടി നിനക്ക് എന്ത് അർഹതയാണുള്ളത്? കല്യാണം കഴിഞ്ഞ് താലി കെട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നീ താലി വലിച്ച് പൊട്ടിച്ച് എറിഞ്ഞു കളഞ്ഞില്ലേ? അങ്ങനത്തെ നീ പിന്നെ എന്തിനാണാവോ ദേവികയെ കണ്ട് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ദേവിക തന്ന പിച്ചയാണ് നിനക്ക് സിദ്ധു, അതുകൂടി നീ ഓർത്തു വെക്കണം എന്ന് പറയുമ്പോൾ, ആ പിച്ച തന്നെയാണ് എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് എനിക്ക് ദേവികയോട് പറയാനുള്ളത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ ഈ വീടിൻ്റെ ഉമ്മറത്ത് ഞാൻ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞാലേ സത്യാഗ്രഹം ഇരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് ചന്ദ്ര ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ പാർവതിയും മുത്തശ്ശിയും പറയണ, കണ്ടില്ലേ അവളുടെ കണ്ണിൽ പകയുണ്ട്. അവൾ പറഞ്ഞതുപോലെ ചെയ്യും. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ പറയും ദേവികയോട്. വെറുതെ നാണക്കേട് വരുത്തണ്ട. അവളിവിടെ ഈ വീടിൻ്റെ ഉമ്മറത്ത് സത്യാഗ്രഹം വന്ന് ഇരുന്നാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് മനോഹര നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതിയും മുത്തശ്ശിയും അകത്ത് കയറി പോകുന്നത്. അങ്ങനെ പാർവതി നേരെ ദേവികയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ദേവികയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ദേവിക പറയണേ, എന്തിനാണ് അമ്മ എന്നോട് വെറുതെ ദേഷ്യപ്പെടുന്നത്? അവളെ ഈ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. നീ വേണമെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ സിദ്ധുവിൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് നീ ഇനി മുതൽ സിദ്ധുവിനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവിക പറയണേ, ഞാൻ സിദ്ധുവിനെ കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും. പിന്നെ അവൾ ഈ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയതൊന്നും സത്യമല്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയും
പേടിയുമില്ല. അവൾ ഈ വീട്ടിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കുമെന്നല്ലേ പറഞ്ഞത്? അവളങ്ങ് ഇരുന്നോട്ടെ. പിന്നെ ഒരു മറയുണ്ടാകുന്നതും നല്ലത് തന്നെയാണ്. വെയിലൊന്നും കൊള്ളേണ്ടല്ലോ. എനിക്ക് അവൾ പറയുന്ന കാര്യത്തിനോടൊന്നും ഒരു പേടിയുമില്ല എന്ന് പറയുമ്പോൾ പാർവതിക്ക് നല്ല ദേഷ്യം പിടിക്കാണ്. അപ്പോൾ പാർവതി പറയണേ, നിന്നോടെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ഞാൻ ഒരു കണക്കിന് അവൾക്ക് കൊടുത്ത പിച്ച തന്നെയാണ് സിദ്ധു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് സിദ്ധുവിനെ കണ്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാനായിട്ട് കൊടുത്ത ഔദാര്യം തന്നെയാണ് സിദ്ധുവിനെ ചന്ദ്രയ്ക്ക് വിട്ടുകൊടുത്തത്. അതുകൊണ്ട് അവൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കതിലേട്ട് ഒരു പേടിയുമില്ല എന്ന് പറയട്ടെ. അങ്ങനെ പാർവതിക്ക് നല്ല ദേഷ്യം പിടിക്കാണ്. ഇനിയും സിദ്ധുവിനെ കണ്ട് സംസാരിക്കും, കാണാൻ പോവും എന്നൊക്കെ ദേവിക പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്ര നേരെ തങ്കച്ചിയെ കാണാൻ വേണ്ടി ചെല്ലാണ്. അപ്പോൾ തങ്കച്ചി എൻ്റെ ജീവിതം കൈവിട്ടു പോകുന്ന ലക്ഷണത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ, നീ ആദ്യം ഇനി അഭിനയമാണ് ചെയ്യേണ്ടത്. നീ സിദ്ധുവിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ നിന്റെ കൂടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ആദ്യമേയാണ് ലക്ഷ്യം വെക്കേണ്ടത്. പ്രേമയെ പഴയതുപോലെ നിന്നോടൊപ്പം നിർത്തണം, അവളെ കയ്യിലെടുക്കണം. എങ്കിൽ മാത്രമാണ് നീ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നിന്റെ കൈപ്പിടിയിൽ നിൽക്കൂ എന്ന് പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്ര അഭിനയിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അച്ഛൻ്റെ കാലിൽ വീണങ്ങ് മാപ്പ് ചോദിക്കുകയാണ്. അച്ഛ, ഞാൻ ഇതുവരെ നിങ്ങളോടൊക്കെ സംസാരിച്ചതും പെരുമാറിയതും എല്ലാം തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. ഇനി മുതൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനി സിദ്ധുവിൻ്റെ നല്ലൊരു ഭാര്യയായിട്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞുള്ള അഭിനയത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചിട്ട് പോകുന്നത്. അത് കണ്ടതോടുകൂടി സിദ്ധുവിൻ്റെ അച്ഛന് ഇതൊരു എന്തോ ഒരു അഭിനയമാണെന്നുള്ള കാര്യം മനസ്സിലാവാണ്. അവൾ എന്തിനോ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇതിലെന്തോ ഒരു അപകടമുണ്ട് എന്നുള്ളത് സിദ്ധുവിനോടും പ്രേമയോടും രംഗനോടും പറയട്ടോ. അപ്പോൾ രംഗനും പറയണ, ശരിയാണ് അച്ഛൻ പറഞ്ഞത്, അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, എന്തോ ഒരു വലിയ അപകടം നമുക്ക് വരാനിരിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഇനി ചന്ദ്ര മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ വീട് ഇനി തങ്കച്ചിക്ക് കൊടുക്കാനാണ് കേട്ടോ. തങ്കച്ചിക്ക് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരെ എല്ലാവരെയും നടുത്തെരുവിലേക്ക് ഇറക്കി വിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചന്ദ്ര ഇനി അടുത്ത കരുതാൻ പോകുന്നത്. അങ്ങനെ ചന്ദ്ര തങ്കച്ചിയും കൂടി വെല്ലുവിളിച്ചത് നടത്താൻ പോവുകയാണ്. തങ്കച്ചി സിദ്ധുവിനോടും രംഗനോടും പ്രേമയോടും അച്ഛനോടും അന്ന് പറഞ്ഞതുപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും ഈ തങ്കച്ചിയോട് കളിച്ചാൽ നടുത്തെരുവിലേക്ക് വരേണ്ടി വരും എന്ന് പറഞ്ഞ അതേ ഒരു അവസ്ഥയിലേക്കാണ് ഇനി ചന്ദ്ര അവരെ എത്തിക്കാൻ പോകുന്നത്. സമയം ശരത്ത് ദേവികയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എങ്ങനെയെങ്കിലും കേസ് കൊടുക്കുന്നതിൽ നിന്നും ദേവികയെ പിന്മാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെല്ലുന്നത്. പക്ഷേ ദേവിക ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. ശരത്ത് തന്നെയാണ് സ്വന്തം അച്ഛനെ കൊന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും പല കള്ളത്തരങ്ങളും ശരത്തിനുണ്ട്. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരണമെങ്കിൽ ശരത്ത് അകത്താകണം എന്നുള്ള ചിന്തയോടുകൂടി ദേവിക ഉറച്ച തീരുമാനത്തോടു കൂടി പറയാണ്, ഇല്ല, ഞാൻ ആ കേസ് കൊടുക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല, അത് ഞാൻ കേസ് കൊടുത്തിരിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി പറയുമ്പോൾ ശരത്ത് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്.